നമസ്കാരം. ഒന്നാമത്തെ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഓർഗാനിക് സംയുക്തങ്ങളുടെ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ നാമകരണമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ രണ്ട് ശാഖകളോട് കൂടിയ അല്ല ഇപ്പൊ പറയുന്നത് മുഴുവനും ഒന്നിലധികം ശാഖകൾ ഉള്ള ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണമാണ് നമ്മൾ പറയുന്നത്. നോക്കുക, ഈ സംയുക്തം നമ്മൾ നോക്കുക. ഈ സംയുക്തത്തില് ഒന്ന് പ്രധാനപ്പെട്ട ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7. നമുക്ക് ഇതിനെ തന്നെ പ്രധാനപ്പെട്ട ചെയിൻ ആയിട്ട് എടുക്കാം. 7 കാർബൺ ആറ്റം ഉള്ള ഒരു സംയുക്തമാണ്. അപ്പോ ആ സംയുക്തത്തിന്റെ പേര് ഹെപ്റ്റെയ്ൻ ആണ്. 7 ഹൈഡ്രോ കാർബൺ ആണ്. ഇറ്റ് ഈസ് എ ഹൈഡ്രോ കാർബൺ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്. സോ ഇറ്റ് ഈസ് ആൽക്കൈൻ. ആൽക്കൈൻ കുടുംബത്തിലെ അംഗമാണ്. മുഴുവനും ഏകബന്ധനാണ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, അല്ലെ പൂരിത ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ശാഖകൾ നോക്കുക. 1, 2, 3, 4, 5, 6, 7 അങ്ങനെ നമ്പർ ഇട്ടപ്പോ രണ്ടാമത്തെ കാർബണിലാണ് ആദ്യത്തെ ശാഖ വരുന്നത്. രണ്ടാമത്തെ കാർബണിലാണ്. ഇവിടുന്നാണ് നമ്മൾ എണ്ണുന്നതെങ്കിൽ 1, 2, 3 ആദ്യത്തെ ശാഖ വരെ 3ലാണ്. അപ്പൊ നമ്മളുടെ എണ്ണം ആദ്യം ഇടത്തു നിന്നും വലത്തു നിന്നും തുടങ്ങുമ്പോൾ ഏതാണോ ചെറിയ സംഖ്യ ആദ്യം വരുന്നത് അവിടെ നിന്ന് നമ്മൾ എണ്ണുക. അപ്പൊ ഇവിടെയാണ് രണ്ടാമത്തെ കാർബണിൽ ശാഖ വരുന്നുണ്ട്. 2ലും 5ലും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എഴുതേണ്ടത് 2, 5 ദെൻ ഒരു ഹൈഫൻ വരാം. 2, 5. 2ലും 5ലും ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്? മീഥൈൽ ഗ്രൂപ്പാണ്. 2ലും 5ലും ഉള്ളത് മീഥൈൽ ഗ്രൂപ്പാണ്. 2ലും 5ലും കൂടി എത്ര മീഥൈൽ ഉണ്ട്? 2 മീഥൈൽ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഡൈ എന്ന വാക്ക് ഉപയോഗിക്കണം. ഡൈ 2, 5 ഡൈ. then methyl സംയുക്തം ഹെപ്റ്റീൻ. അപ്പൊ കണ്ടല്ലോ, 2 ശാഖ എവിടെയാ ഉള്ളത്? ആ 2 ശാഖയ്ക്കും നമ്പർ ഇടണം. 2 ശാഖ ഉണ്ടെങ്കിൽ ഡൈ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കണം. 3 ശാഖ ഉണ്ടെങ്കിൽ ട്രൈ എന്ന് ഉപയോഗിക്കണം. 4 ശാഖ ഉണ്ടെങ്കിൽ ടെട്ര എന്ന് ഉപയോഗിക്കണം. അപ്പോൾ ഡൈമീഥൈൽ 2ലും 5ലും രണ്ടാമത്തെ കാർബണിലും 5ാമത്തെ കാർബണിലും കൂടി 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ള ഹെപ്റ്റൈൻ എന്നർത്ഥം. ക്ലിയർ ആണല്ലോ? അടുത്ത സംയുക്തം ഇതാണ്. ഇത് നോക്കുക. ഇവിടെയും 2, 1, 2, 3, 4, 5 മെയിൻ ചെയിൻ. പ്രധാനപ്പെട്ട ചെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. അതില് നമുക്ക് നോക്കുക 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പർ ഇട്ടാലും മതി. ആദ്യത്തെ ശാഖ ഇവിടെ 2ൽ കിട്ടും. അവിടെ നിങ്ങോട്ട് എണ്ണിയാലും 1, 2ൽ കിട്ടും. അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് എണ്ണിയാൽ മതി. അപ്പൊ എന്ത് വരും? 2, 2ലുണ്ട്, പിന്നെ 4ലുണ്ട്, 2ലും 4ലും, പിന്നെ വരാം 2, 4. എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ എഴുതി ഡൈമീഥൈൽ എന്ന് എഴുതി. ഡൈമീഥൈൽ സംയുക്തം പെന്റെയ്ൻ ആണ്. പെന്റെയ്ൻ 5 കാർബൺ ആറ്റമുള്ള സംയുക്തമാണ്. അപ്പൊ നമ്മൾ പേരെഴുതി 2,4 ഡൈമീഥൈൽ പെന്റെയ്ൻ. ഇവിടെ നമ്മൾ 2 സംയുക്തങ്ങളാണ് എഴുതി. ഇതിൽ 2ലും 2 വീതം ശാഖകളുള്ള. അവിടെ 2ഇടത്തും നമ്മൾ ഡൈ ഉപയോഗിച്ചിട്ടുണ്ട്. ഡൈ. ഓക്കെ. ഇനി അടുത്ത സംയുക്തം നമുക്ക് നോക്കാം. അടുത്ത ഉദാഹരണം നമ്മൾ ഒരു സംയുക്തം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ സംയുക്തത്തിലെ പ്രധാനപ്പെട്ട ചെയിൻ 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റം ഉള്ള ചെയിനാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചെയിൻ ഹെക്സൈൻ ആണ്. ഹെക്സൈനില് 1, 2, 3 ശാഖകളുണ്ട്. ഏത് ശാഖ? മീഥൈൽ ശാഖ. മീഥൈൽ ശാഖയുടെ നമ്പർ നമ്മൾ നോക്കാം. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നമ്പർ ഇട്ട് നോക്കാം. ആദ്യം 1, 2, 3, 4, 5, 6. അവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇട്ടാൽ ഏതൊക്കെ വരും നമുക്ക് വെറുതെ ഒന്ന് എഴുതി നോക്കാം.
2, ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇട്ടാൽ ആദ്യത്തെ ശാഖ 2-ലാണ്. അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടാൽ ആദ്യത്തെ ശാഖ 1, 2-ൽ തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇട്ടാലും അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടാലും ആദ്യത്തെ ശാഖ 2-ൽ വരികയാണ്. അപ്പോ അടുത്ത ഒരു ശാഖ കൂടി ഉള്ളപ്പോ നമ്മൾ അടുത്ത് നോക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടാൽ 1, 2-ലുണ്ട്, 3, 4, 4-ലാണ് പിന്നെ വരുന്നത്. അപ്പൊ നമ്മള് 2, 4 എന്നായി. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം. 1, 2, 2-ലും ഉണ്ട്, 3-ലും ഉണ്ട്. നോക്ക്, ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇട്ടാൽ 2, 4 എന്ന് പറയണം. 2, 4, 5 എന്ന് പറയണം. 2, 4, 5. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടാല് 1, 2, 3. അപ്പൊ 2, 3, 4, 5. 2, 3, 5 എന്ന് കിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടാൽ. അപ്പൊ നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത് നോക്ക്. വേണമെങ്കിൽ ഇത് കൂട്ടിയെടുത്താലും മതി, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇത് 2, 4, 5, 2, 3, 5. അപ്പൊ ഇതാണ് ശരി. ഇതാ ശരി എന്ന് പറയുമ്പോ നമ്പറിങ് അവിടെ നിന്ന് ഇങ്ങോട്ടാ വേണ്ടത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോളണം എപ്പോഴും. ഇവിടുന്ന് വരുമ്പോ 4-ന് പകരം താഴെ 3 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്പറിങ് മാറ്റി, നമ്പറിങ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. നോക്കുക, 1, 2, 3, 4, 5, 6. അപ്പൊ നമ്മൾ എഴുതി 2, 3, 5 ഹൈഫൺ എത്രയായി? 2, 3, 5 ഹൈഫൺ. എത്ര ശാഖയുണ്ട്? 3 ശാഖയുണ്ട്, 3 മീഥൈൽ. അപ്പോ ട്രൈ എന്ന വാക്ക് ഉപയോഗിച്ചു. ട്രൈ മീഥൈൽ. മീഥൈൽ മെയിൻ ചെയിൻ ഏതാണ്? ഹെക്സെയിൻ. ഹെക്സെയിൻ. അപ്പൊ ഈ നമ്പറിങ് ഇവിടെ ശ്രദ്ധിക്കണം. നമ്മള് ഇത് തുടക്കത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് പേര് പറയുന്നത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കി പറയും. ഈ നമ്പർ ഇടണമെന്ന് എവിടെയും ഒരു നിർബന്ധവും ഇല്ല. നമ്പർ ഇടുന്നത് നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി തുടക്കമായതുകൊണ്ട് നമ്പർ ഇടുകയാണ്. പിന്നെ കുറച്ച് കണ്ട് കഴിഞ്ഞാൽ നമ്പറിന്റെ ആവശ്യമില്ല, ഒറ്റയടിക്ക് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ 2, 4, 5, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ 2, 3, 5. അപ്പൊ ഓക്കെ, അത് മനസ്സിലായി. അങ്ങനെ അങ്ങ് എഴുതുക ചെയ്യാം. നമ്പറിങ്ങിന്റെ ആവശ്യം ഇല്ല. അപ്പൊ നമ്മൾ സംയുക്തം എഴുതി 2, 3, 5 ട്രൈമീഥൈൽ ഹെക്സൈൻ. ഈ ഹൈഫൺ ഒന്നും നമ്മൾ പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. 2, 3, 5 ട്രൈമീഥൈൽ ഹെക്സൈൻ. ഓക്കെ, അപ്പോ 2-ലും 3-ലും 5-ലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആകെ 3 എണ്ണം ഉണ്ട്. 2-ലൊന്ന്, 3-ലൊന്ന്, 4-ലൊന്ന്, ആകെ 3 എണ്ണം ട്രൈമീഥൈൽ ഹെക്സൈൻ. നമ്മൾ അടുത്തയിലേക്ക് പോകാം. ഇവിടെ ഇത് ആണ്, ഇത് നമുക്ക് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. 1, 2, 3 കാർബൺ. 3 കാർബൺ ഉള്ളതാണ് മെയിൻ ചെയിൻ. ഇത് പ്രൊപ്പൈൻ ആണ്. 3 കാർബൺ ആയിട്ട് ഉള്ളത് കൊണ്ട് ഇത് പ്രൊപ്പൈൻ ആണ് സംയുക്തം. ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു കാർബണിൽ തന്നെ 2 ശാഖ വന്നിരിക്കുന്നു. ഒരു കാർബണിൽ തന്നെ 2 ശാഖ. അപ്പൊ നമ്മൾ എഴുതണം, ഇങ്ങനെ എഴുതണം 2, 2-ൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് എഴുതി. വീണ്ടും ഒരു 2 കൊടുത്തു. 2-ൽ തന്നെ മറ്റൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2, 2. എത്ര ഗ്രൂപ്പ് ഉണ്ടാകെ? ഡൈമീഥൈൽ. 2, 2, 2, 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. ഇതാണ് രണ്ടാമത്തെ സംയുക്തം. അപ്പോ ഒരു കാർബണിൽ തന്നെ 2 ശാഖ ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ 2 തവണ ആ സംഖ്യ കൊടുക്കണം. 2 എന്നുള്ള സംഖ്യ 2 തവണ നമ്മൾ കൊടുത്തു. 2, 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. അപ്പോ 2 സംയുക്തങ്ങളുള്ള, 2 ശാഖകളുള്ള സംയുക്തം, 3 ശാഖകളുള്ള സംയുക്തം ഒക്കെ നമ്മൾ ഇതിനകത്തൂടി പറയുകയാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ തിരിച്ച് ഘടനാവാക്യം എഴുതാനാണ്. നമ്മൾ IUPAC നാമം തന്നിരിക്കുന്നു, അതിന്റെ ഘടനാവാക്യം നമ്മൾ എഴുതണം. നോക്കുക, 2, 3 ഡൈമീഥൈൽ പെന്റെയിൻ. 2, 3 ഡൈമീഥൈൽ പെന്റെയിൻ. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട മെയിൻ ചെയിൻ പെന്റെയിൻ ആണ്. അപ്പൊ നമ്മൾ പെന്റെയിന്റെ ഒരു സ്ട്രക്ചർ അവിടെ എഴുതാണ്. എഴുതാനുള്ള എളുപ്പമാർഗമാണ് ഞാൻ പറയുന്നത്. നോക്കുക, ആദ്യം നമ്മൾ ഒരു പെന്റെയിൻ കൊടുക്കുകയാണ്. C, C, C,
സി 4 ആയി. 5 കാർബൺ ആറ്റത്തിന് നമ്മൾ ആദ്യം കൊടുത്തു. പെന്റീനായി. പെന്റീന്റെ കാർബൺ മാത്രം കൊടുത്തു. ഇനി നമ്മൾ നോക്കുക, 2ലും 3ലും മീഥൈൽ ഗ്രൂപ്പ് വേണം. ഇവിടുന്ന് അങ്ങോട്ട് എഴുതുമ്പോൾ ഒരു സൈഡിൽ തുടങ്ങിയാൽ മതി. അപ്പൊ നമ്മൾ 2ൽ തന്നെ കൊടുക്കാണ് ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. പിന്നെ 3ലും കൊടുക്കണം. 3ലും കൊടുത്തു, 2ലും കൊടുത്തു, 3ലും കൊടുത്തു. ശാഖ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. നമുക്കറിയാം അറ്റത്ത് CH3 ആ വരിക, ഈ അറ്റത്തും CH3 ആണ്. ഓക്കെ, ഇനി ശാഖ വന്നിടത്ത് CH2 ഉണ്ടാവില്ല, CH മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ശാഖ വന്നതുകൊണ്ട് അവിടെ CH2 ഇല്ല, CH മാത്രമേ ഉള്ളൂ. ഇവിടെയും ഒരു ശാഖ വന്നതുകൊണ്ട് അവിടെ CH2 ഇല്ല, CH മാത്രമേ ഉള്ളൂ. ഇവിടെ ശാഖ ഇല്ലാത്തത് കൊണ്ട് അവിടെ CH2 ആയിരിക്കും. നമ്മളൊരു സംയുക്തം എഴുതുമ്പോൾ ഇവിടെ നടുവിലെല്ലാം CH2, രണ്ടറ്റത്തും CH3, ഇങ്ങനെ പറയാം. നടുവിലൊക്കെ CH2, രണ്ടറ്റത്തും CH3. എന്നാൽ ഇവിടെ രണ്ടിടത്ത് ശാഖ വന്നതുകൊണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ കുറവായിരിക്കും. എന്നാൽ മാത്രമേ സംയോജകത ശരിയാവുള്ളൂ. നോക്ക്, നമ്മള് ഈ കാർബണിന്റെ സംയോജന ഈ ഹൈഡ്രജനുമായിട്ട് 1, ഈ കാർബണുമായിട്ട് 1 2, ഈ കാർബണുമായിട്ട് 1 മൂന്നാമത്തത്, ഈ കാർബണുമായിട്ട് 1 4. അപ്പൊ അവിടെ 4 എണ്ണം പൂർണ്ണമാണ്. ഓക്കെ, അപ്പോ 2,3 ഡൈമീഥൈൽ പെന്റേൻ എഴുതുന്നത് ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത സംയുക്തം 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ചെയിൻ ഏതാണ്? ഹെപ്റ്റൈൻ ആണ്. ആ ഹെപ്റ്റൈന്റെ കാർബൺ സ്ട്രക്ചർ മാത്രം നമുക്ക് എഴുതാം. സി 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 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി, 7. ഹെപ്റ്റൈന്റെ സ്ട്രക്ചർ എഴുതി. ഹെപ്റ്റൈൻ, ഈ ഹെപ്റ്റൈനിൽ എവിടൊക്കെയാ വേണ്ടത്? 2ലും 4ലും മീഥൈൽ ഗ്രൂപ്പ് വേണം. അപ്പോ 2ലൊരു മീഥൈൽ കൊടുത്തു, 3 4ലും കൊടുത്തു, 1 CH3 കൊടുത്തു. ഇനി ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം. രണ്ടറ്റത്തും CH3. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാതെ എഴുതാൻ പറ്റും. രണ്ടറ്റത്തും CH3 കൊടുത്തു, ബാക്കി എല്ലായിടത്തും ശാഖ ഉള്ളിടത്ത് ഒരു ശാഖയാ ഉള്ളതെങ്കിൽ CH, 2 ശാഖ ഇല്ലെങ്കിൽ CH2. ഇവിടെ ശാഖയുണ്ട്, CH കൊടുത്തു. ഇവിടെ ശാഖയില്ല, CH2. ഇവിടെ ശാഖയില്ല, CH2. കഴിഞ്ഞു. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ ആയി. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. നമ്മൾ എഴുതുന്ന സ്റ്റൈലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ അറ്റത്ത് CH2 കൊടുത്തു പോയി. യഥാർത്ഥത്തിൽ അറ്റത്ത് എന്താ കൊടുക്കേണ്ടത്? CH3 ആ വേണ്ടത്. അപ്പോ CH3, CH2, CH2. ഇവിടെ CH വരുള്ളൂ, ഒരു ശാഖയുള്ളതുകൊണ്ട് CH3 ശാഖയുള്ളതുകൊണ്ട് CH വരുള്ളൂ. ഇവിടെ ശാഖയില്ല, CH2. ശാഖയുണ്ട്, CH3. CH ഉള്ളൂ, പിന്നെ അറ്റത്ത് CH3. അപ്പോ 2 എണ്ണം. ഈ എഴുതുന്നതിന്റെ സ്റ്റൈൽ നമ്മൾ പഠിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ ഇതെല്ലാം കൂടി വെട്ടി അങ്ങ് എഴുതിയാൽ പിന്നെ മായ്ക്കേണ്ടി വരും. പേന വെച്ച് പേപ്പറിൽ എഴുതുമ്പോൾ മായ്ക്കൽ ബുദ്ധിമുട്ടുമാണ്, ബോർഡിൽ എഴുതുന്ന പോലെയല്ല. അപ്പൊ നമുക്ക് അടുത്ത സംയുക്തത്തിലേക്ക് കടക്കാം. ടെക്സ്റ്റ് പുസ്തകത്തില് പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ പട്ടിക പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് എഴുതുക. ഞാൻ അപ്പുറത്തല്ല എഴുതുന്നത്, ഇതിന്റെ അടിയിൽ അതിന്റെ പേര് എഴുതാണ്. നോക്കുക, പേര് ഇത് 1 2 3 4 5 6 6 കാർബണാറ്റ് ഉള്ളതാണ് മെയിൻ ചെയിൻ, പ്രധാനപ്പെട്ട ചെയിൻ. അപ്പോ ഇത് ഹെക്സൈൻ ആണ് പ്രധാനപ്പെട്ട ചെയിൻ. 6 കാർബണാറ്റം ഉണ്ട്. 6 കാർബണാറ്റത്തില് ആദ്യത്തെ ശാഖയുടെ നമ്പർ ഇവിടുന്ന് അങ്ങോട്ടാ എണ്ണുന്നതെങ്കിൽ 2, അവിടുന്ന് ഇങ്ങോട്ടാ എണ്ണുന്നതെങ്കിൽ 1 2 3. അപ്പൊ നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് എണ്ണുന്നത് സ്വീകരിച്ചാൽ മതി. 1 2 3 4 5 6. ചെറിയ സംഖ്യക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് എഴുതിയാൽ രണ്ടാമത്തെ കാർബണിനാണ് ആദ്യത്തെ ശാഖ വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ 1 2 മൂന്നാമത്തെ കാർബണിനാണ് ഈ ശാഖ വരിക. അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണിയാൽ 2ന് കിട്ടും, അവിടുന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ 3ന് കിട്ടും. അപ്പോ 2ന് കിട്ടുന്നതാണ് നമ്മുടെ ശരി. അതുകൊണ്ട് ഇവിടെ ഇതാണ്, ഇവിടുന്ന് അങ്ങോട്ട് നമ്പറിംഗ് ആണ് ശരി. അപ്പൊ എഴുതിക്കാം. ആദ്യത്തെ ശാഖ ഇവിടെ 2, 2, പിന്നെ 4 2,4. എത്ര മീഥൈലുണ്ട്? 2 മീഥൈലുണ്ട്. അപ്പൊ നമ്മള് ഡൈ എന്ന് പറഞ്ഞു, ഡൈമീഥൈൽ. മെയിൻ ചെയിൻ ഹെക്സൈൻ. ഓക്കെ, അത്
2,4 ഡൈമീഥൈൽ ഹെക്സേൻ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം 2,2,3 ട്രൈമീഥൈൽ പെന്റേൻ എന്നാണ്. തിരിച്ചെഴുതാനാണ്, ഘടനാവാക്യം എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ അപ്പുറത്താണ് ഇത് AB ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഓരോന്നിന്റെ അടിയിൽ ചെയ്യാണ്. അപ്പൊ 2,2,3 ട്രൈമീഥൈൽ പെന്റേൻ. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ നേരത്തെ ചെയ്ത മാതിരി പെന്റൈന്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കാം. സി 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 4 കാർബണായി, സി പെന്റൈൻ 5 കാർബണായി. ഈ 5 കാർബണിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ എഴുതുന്ന സമയം ഇങ്ങനെ ഘടനാവാക്യം എഴുതാനുള്ള ചോദ്യങ്ങളിൽ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ എപ്പോഴും നമ്പറിങ് സ്വീകരിച്ചാൽ മതി, കുഴപ്പമില്ല, ശരിയായിരിക്കും. 2ലാണ്, 2ലും 3ലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോ നമ്മള് 2ല് ഒരു മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. വീണ്ടും 2 എന്ന് എഴുതിയിരിക്കുന്നു, 2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോ അതേ കാർബണിൽ തന്നെ വീണ്ടും ഒരു മീഥൈൽ ശാഖ കൊടുത്തു. താഴെയും മുകളിലുമായിട്ട് 2 കൊടുത്തു, 2 കൊടുത്തു. 2 തവണ എഴുതിയതിന്റെ അർത്ഥം എന്താ? രണ്ടാമത്തെ കാർബണിൽ തന്നെ 2 മീഥൈൽ ശാഖയുണ്ട്. പിന്നെ 3ലാണ് ഉള്ളത്, 3ലും 1 കൊടുത്തു. കഴിഞ്ഞു അല്ലെ? 2ലും 2 തവണ കൊടുത്തു, 3ൽ 1 കൊടുത്തു. ഇനി കംപ്ലീറ്റ് ചെയ്താൽ മതി. രണ്ടറ്റത്തും CH3. ഓക്കെ, 2 ശാഖ ഉള്ളിടത്ത് ഹൈഡ്രജൻ ഉണ്ടാവില്ല. 1 ശാഖ ഉള്ളിടത്ത് 1 ഹൈഡ്രജൻ ഉണ്ടാവും. 1 ശാഖയും ഇല്ലാത്തിടത്ത് 2 ഹൈഡ്രജൻ ഉണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ സംയോജനം ശരിയാവും. ഇവിടെ നോക്കിയോ, ഈ കാർബണായിട്ട് 1, ഈ ഹൈഡ്രജനുമായിട്ട് 2, 3ആയി. ഈ കാർബണായിട്ട് 1, 4ആയി. ഈ കാർബൺ നോക്കിക്കോ, ഈ കാർബണായിട്ട് 1, ഈ കാർബണായിട്ട് 1, 2, ഈ കാർബണായിട്ട് 1, 3, ഈ കാർബണായിട്ട് 1, 4. ഇവിടെ ഹൈഡ്രജൻ കൊടുത്താൽ സംയോജകത കൂടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൊടുക്കാത്തത്. അപ്പോ 2,2,3 ട്രൈമീഥൈൽ പെന്റേൻ വളരെ എളുപ്പത്തിൽ നമ്മൾ എഴുതി. ഇനി അടുത്ത ചോദ്യം നോക്കുക. പാഠപുസ്തകത്തിലെ പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളത് 3ാമത്തെ ചോദ്യമാണ്. 3ാമത് നമുക്ക് തന്നിരിക്കുന്നത് 3,3 ഡൈഇഥൈൽ ഹെക്സേൻ എന്നാണ്. 3,3 ഡൈഇഥൈൽ ഹെക്സേൻ. അപ്പൊ ഞാൻ ഹെക്സൈന്റെ കാർബൺ ആറ്റം മാത്രം ഇവിടെ എഴുതി. 1, 2, 3, 4, 5, 6. അതിൽ 3,3 ഡൈഇഥൈലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 1, 2, 3. ഈ 3ല് CH2 CH3 ഒരു ഈഥൈൽ കൊടുത്തു, ഒരു ഈഥൈൽ ഗ്രൂപ്പ് കൊടുത്തു. ഇനി അവിടെ തന്നെ 3,3 ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോ CH2 CH3 ഇതിങ്ങനെ താഴോട്ട് അതുപോലെ മുകളിലോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ കാർബൺ ഇങ്ങനെ കൊടുത്തു. അപ്പോ 3ാമത്തെ കാർബണില് 2 ഈഥൈൽ ഗ്രൂപ്പ് കൊടുത്തിരിക്കുകയാണ്. ഹെക്സൈൻ ആണ് സാധനം. കഴിഞ്ഞു. ഇനി കംപ്ലീറ്റ് ചെയ്താൽ മതി. 3,3 ഡൈഇഥൈൽ എന്ന് പറയുമ്പോ 3ാമത്തെ കാർബണില് 1 ഈഥൈൽ, 3ാമത്തെ കാർബണിൽ തന്നെ മറ്റൊരു ഈഥൈൽ കൂടി, 3,3 ഡൈഇഥൈൽ. ഇനി ഹെക്സൈൻ കംപ്ലീറ്റ് ചെയ്യാം. രണ്ടറ്റത്തും CH3. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടറ്റത്തും CH3 കൊടുത്തു. ശാഖ ഇല്ലാത്തിടത്തൊക്കെ CH2. ഇവിടെ ശാഖയില്ല, അതുകൊണ്ട് ഇവിടെ CH2 കൊടുത്തു. ഇവിടെ ശാഖയില്ല, CH2 കൊടുത്തു. ഇവിടെ ശാഖയുണ്ട്, കൊടുക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഇവിടെ ശാഖയില്ല, അതുകൊണ്ട് CH2 കൊടുത്തു. ഇവിടെ 2 ശാഖ ഉള്ളത് കൊണ്ട് താഴോട്ടൊരു ശാഖയുണ്ട്, മുകളിലോട്ട് ഒരു ശാഖയുണ്ട്. 2 ശാഖ ഉള്ളത് കൊണ്ട് ഇവിടെ കാർബണിന്റെ കൂട്ടത്തില് നമുക്ക് ഹൈഡ്രജൻ കൊടുക്കേണ്ടതില്ല. കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. CH3 CH2. അപ്പോ 2,3 ഡൈഇഥൈൽ ഹെക്സൈൻ കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഇതിന്റെ പേരാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കുക, ഒരു സംയുക്തം തന്നിരിക്കുകയാണ്. ഒറ്റയടിക്ക് ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് തോന്നും. ആ തോന്നുന്നതിന് മുമ്പ് തോന്നാൻ വരട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ആ മെയിൻ ചെയിൻ, പ്രധാനപ്പെട്ട ചെയിൻ കണ്ടുപിടിക്കാം. ആ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു വിധത്തിൽ എണ്ണാണ്. 1, 2, 3, 4. ഇങ്ങനെ എണ്ണിയപ്പോ പ്രധാനപ്പെട്ട ചെയിനിൽ 4 കാർബൺ മാത്രമേ ഉള്ളൂ. ഇനി അത് മാറ്റിയിട്ട് നോക്കാം, നമുക്ക് ഇങ്ങനെ എണ്ണാം. 1, 2, 3, 4, 5. ഇങ്ങനെ എണ്ണിയപ്പോ പ്രധാനപ്പെട്ട ചെയിനില് 5 കാർബൺ ഉണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ചെയിൻ ഏതാ?
ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചെയിൻ. കണ്ടല്ലോ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു ബോക്സിലേക്ക് ഇട്ടതാ. ഈ പ്രധാനപ്പെട്ട ചെയിൻ എങ്ങനെ നിൽക്കുന്നു? ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. ചെയിൻ ഇങ്ങനെ, പ്രധാനപ്പെട്ട ചെയിൻ ഇങ്ങനെ നിൽക്കണമെന്നില്ല എന്നാ ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോ ഇത് ഈ രീതിയിൽ നിൽക്കുന്നു. അപ്പോ ഈ രീതിയിൽ ഈ സ്ക്വയറിൽ അല്ലാത്ത രണ്ടുപേരുണ്ട്, ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. രണ്ട് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ മീഥൈൽ ഗ്രൂപ്പ് എത്രാമത്തെ കാർബണിൽ നിൽക്കുന്നു? അവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ഇട്ടാൽ 1, 2, 3 നിൽക്കും. ഇവിടുന്ന് അങ്ങോട്ട് നമ്പർ ഇട്ടാൽ 1, 2, 3 നിൽക്കും. 3 തന്നെയാണ്. 3 ഒരു മീഥൈൽ ഉണ്ട്, 3 മറ്റൊരു മീഥൈൽ ഉണ്ട്. അപ്പൊ 3 തന്നെയാണ് രണ്ട് മീഥൈൽ ശാഖകളും നിൽക്കുന്നത്, മൂന്നാമത്തെ കാർബണിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ പേരെഴുതാണ് 3, വീണ്ടും 3. 3 രണ്ട് ശാഖ ഉണ്ടെന്നാ പറഞ്ഞത്. രണ്ട് ശാഖയുണ്ട്. 3,3 ഡൈ മീഥൈൽ 3,3 ഡൈമീഥൈൽ പെന്റൈൻ ആണ് സംയുക്തം. 5 കാർബണാ ഉള്ളത് പ്രധാനപ്പെട്ട ചെയിനില്. അതുകൊണ്ട് 5 കാർബൺ ഉള്ളത് കൊണ്ട് അത് 3,3 ഡൈമീഥൈൽ പെന്റൈൻ എന്ന് നമ്മൾ പേര് കൊടുത്തു. ഇത്തരം സംയുക്തങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് ഇതിനകത്ത് ഏറ്റവും എഴുതിയതിൽ വെച്ച് കൺഫ്യൂഷൻ ആകാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സംയുക്തം ഇതാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ചെയിൻ കണ്ടുപിടിക്കുമ്പോഴാണ് ഇവിടെ തെറ്റ് സംഭവിക്കുക. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് എല്ലാവരും. ഓക്കെ, അപ്പൊ ഞാൻ ഈ സംയുക്തങ്ങളുടെ പേരുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ദ്വിബന്ധനമുള്ളതും ത്രിബന്ധനമുള്ള സംയുക്തങ്ങളുടെ നോമൻക്ലേച്ചർ, നാമകരണത്തെ പറ്റി ചർച്ച ചെയ്യും. ഈ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മൂന്നാമത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ.